അതെ, ഈ 100 കണക്കിന് ആളുകളുള്ള ഒരു സ്ഥലത്ത് നിന്ന് സ്റ്റേജിൽ കയറി മയക്കിൽ വിളിച്ചു പറയാൻ ഒരു കുഴപ്പമില്ല. അത് ശരിയാ. ഈ വീടിനകത്ത് വെച്ച് എല്ലാരും കൂടി ഒന്ന് ചോദിച്ചു പോയ അപ്പ വരും നാണം. ഈ പരിപാടി ശരിയാവില്ല കേട്ടോ. പിന്നെ ഞങ്ങൾ ഈ പറഞ്ഞ കാര്യത്തിന് മോൾക്ക് എതിർപ്പുണ്ടോ ഇല്ലയോ അത് പറ. എനിക്ക് എതിർപ്പൊന്നുമില്ല. ആ ഇത് എന്റെ ആഗ്രഹം മാത്രമല്ലല്ലോ, അച്ഛന്റെ സമ്മതം കൂടി ഉണ്ട് ഇതിന്. അതെനിക്ക് കേട്ടാ മതി. അപ്പം പ്രശ്നം തീർന്നേ. എന്തായാലും ഒരു 3-4 ദിവസം കഴിഞ്ഞിട്ട് നമുക്ക് ഒരു മുഹൂർത്തം അങ്ങോട്ട് നോക്കാം. എന്നിട്ട് ചടങ്ങ് നടത്തിയിട്ട് ഇവരുടെ വഴിക്ക് അങ്ങോട്ട് വിട്ടേക്കാം. അപ്പൊ നമ്മളൊന്ന് സ്വസ്ഥമായല്ലോ. എടാ മോനെ, നാളെ രാവിലെ നമുക്ക് രണ്ടുപേർക്കും ഒരു ജ്യോത്സ്യനെ കാണാൻ പോയാലോ? നാളെ രാവിലെ എനിക്ക് വേറൊരിടത്ത് പോകാനുണ്ട്. എവിടെ? അതിനിടയ്ക്ക് നിത്യ ഒരു പണി ഒപ്പിച്ചിട്ടുണ്ട്. നമ്മുടെ നാട്ടില് ഇയാള് വേണുവിനെ വിളിച്ച് പറഞ്ഞിട്ട് അവിടുത്തെ വായനശാലയിൽ എനിക്കൊരു സ്വീകരണം ഏർപ്പാട് ചെയ്തു. അത് നാളെ രാവിലെ. അത് സന്തോഷമുള്ള കാര്യല്ലേ? എടോ പോയിട്ട് പാടോ. എടാ, അതെ, ലോകത്തിലെ ഏറ്റവും വലിയ സമ്മാനം കിട്ടിയാ പോലും ഇതിന് പകരമാവില്ല ഹരി. ഒരു കാലത്ത് ആ നാട്ടിലെ ഓരോ മണൽത്തരിക്കും നിന്നോട് സ്നേഹവും ബഹുമാനവുമായിരുന്നു, ശരിയല്ലേ? അവിടുന്ന് ഒരു പാതിരാത്രി ഒളിച്ചോടി വന്നവരാ നമ്മള്. എടാ, നമ്മളത് ചെയ്തത് ഓർമ്മയില്ലടാ. വഴിനീളം നീ കരഞ്ഞു. മക്കളെ, ഒരിക്കൽ നീ ചവിട്ടി നടന്ന മണ്ണില്ലേ, നിന്റെ കണ്ണീര് വീണായിരുന്നു. അതിന്റെ പ്രായശ്ചിത്ത മോനെ ഇത്. തോറ്റ് തലകുനിച്ച് നടന്നെടുത്ത് ജയിച്ച് തല ഉയർത്തി നിൽക്കണം നീ, കേട്ടോടാ? കാലത്തിന് എല്ലാത്തിനും ഒരു കണക്കുണ്ടല്ലോ, അല്ലേ രാമകൃഷ്ണേട്ടാ? ആ നാട്ടിലെ കണക്ക് അവിടെ തന്നെ തീരട്ടെ.